ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശൻ അമ്പലത്തിൽ തൊഴുതോണ്ടിരിക്കുകയാണ്. അപ്പൊ തിരുമേനി വരുമ്പോഴേക്കും പ്രകാശൻ പറയണ്ട, തിരുമേനി എനിക്കൊരു അർച്ചന കഴിപ്പിക്കണമായിരുന്നു. ആരുടെ പേരില? തന്റെ മോന്റെ പേരിലാണോ? എല്ലാ തിരുമേനി, കല്യാണിയുടെ പേരില അർച്ചന കഴിപ്പിക്കേണ്ടത്. കല്യാണിയുടെ നാള് തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും പ്രകാശൻ കല്യാണിയുടെ നാള് എന്ന് പറഞ്ഞ ആലോചിച്ച് ചോദിക്കുമ്പോ തിരുമേനി പറയണ്ട, ആലോചിക്കേണ്ട, തനിക്ക് അറിയില്ല, ഞാൻ പറയാം. രേവതി എന്ന കല്യാണിയുടെ നാള് എന്ന് പറയാണ്. രേവതി, കല്യാണി, നല്ല 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 പേര്, നല്ല ആള് എന്നൊക്കെ പറയാണ്. ഏതാ ഒരു അർച്ചന കഴിപ്പിക്കുന്ന പേര്. ഓ ശരി, ഇവിടെ വരുന്ന ഭക്തരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനാണല്ലോ ഞാൻ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തിരുമേനി അകത്ത് കയറി പോണ അർച്ചന കഴിപ്പിക്കാനായിട്ട് പ്രകാശൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാട്ടോ. അങ്ങനെ അർച്ചനയെ കഴിപ്പിച്ച് പ്രകാശൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പോണ സമയത്ത് ദീപനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ദീപ പ്രകാശനെ സൂക്ഷിച്ചു നോക്കാണ്. പ്രകാശൻ സന്തോഷത്തോടെ ദീപയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ദീപടുത്ത് പറയുന്നുണ്ട്, ദീപേ, ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോ നിന്നെ തന്നെ കാണാൻ പറ്റിയല്ലോ, വളരെ സന്തോഷം, നിങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് ഇരുന്നതെന്ന് പറയുമ്പോ ദീപ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കാര്യം നേരെ തിരിച്ചാടോ. ആരുടെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചോ അയാളെയാണ് അമ്പലത്തിൽ വരുമ്പോ കാണുന്നത്. എടോ, ഇവിടെ വേറെ എന്തോരം അമ്പലങ്ങളുണ്ട്, തനിക്ക് അവിടെ എങ്ങനെ പോയിക്കൂടെ? ഈ അമ്പലത്തിന് വരുന്നത് തനിക്ക് എന്താ നിർബന്ധം? ഇത് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നത് നിർത്തണോ എന്ന് ചോദിക്കുകയാണ്. ദീപേ, ഞാൻ ഈ അമ്പലത്തിൽ ഇരിക്കുന്നത് നീയും മക്കളും ഒക്കെ ഈ അമ്പലത്തിലല്ലേ വരാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ അമ്പലത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അതന്നെയാ ചോദിച്ചത്. താൻ ഈ അമ്പലത്തിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിലേ ഞങ്ങളത് ഈ അമ്പലത്തിൽ വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും താൻ ഇവിടെ വന്നത് എന്തിനെന്നൊക്കെ എനിക്കറിയാം. പെമ്മക്കൾ നശിച്ചു പോകണമെന്നും തന്റെ മോൻ രക്ഷപ്പെടണമെന്നും പ്രാർത്ഥിക്കാനായിട്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല ദീപേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഒരേ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ മകനെ കണ്ണടച്ച് ഞാൻ വിശ്വസിച്ചു. എനിക്കിപ്പോ മനസ്സിലായി ദീപേ, അവൻ ലോക തോൽവിയാണെന്ന്. തനിക്കോ മനസ്സിലായതോ? ഇല്ലടോ, താനെ കാത്തിരിക്ക, അവൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഇറങ്ങിയിട്ട് വേണം തനിക്ക് ഒരു ശകുന്യെ പോലെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് അവരെ കൊണ്ട് മറ്റുള്ളവരെ കഴുത്തിന് നെക്കിപ്പിക്കണത് തനിക്ക് കാണണം. അതിനു വേണ്ടിട്ടാ താൻ ഒരു ചെയ്യണത്. താൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാടോ. തന്റെ ഉള്ളിലിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. സമയം കിട്ടുമ്പോ കല്യാണി മോളെ, കാർത്തിക മോളെ, കാദംബരിയൊക്കെ ഇല്ലാതാക്കാനാ താൻ നോക്കണത്. ദീപേ, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഒരിക്കലും ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല ദീപേ, ഞാൻ ആകെ മാറി ദീപേ എന്നൊക്കെ പറയാണ്. താനോ മാറിയതോ? ഒരിക്കലും ഞാനത് വിശ്വസിക്കണോ. തനിക്ക് ഒരിക്കലും മാറാനും സാധിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും താൻ മാറിയത് വിശ്വസിക്കണോ. ഇപ്പൊ നിൽക്കാൻ വേറെ സ്ഥലമില്ല, നിലനിൽപ്പില്ല. താൻ ഈ അവസ്ഥയിലെ, അതുകൊണ്ട് താനിപ്പോ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറഞ്ഞിട്ട് തനിക്ക് പൊയ്ക്കൂടോ എന്ന് പറഞ്ഞിട്ട് ദീപ അവിടെ നിന്ന് പോവുകയാണ്. പ്രകാശനെ വരാത്ത വിഷമാവുന്നുണ്ട് ദീപ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴട്ടോ. അങ്ങനെ പ്രകാശൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുല് മനോഹറിനെ കാത്തു ഒരു ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ പോയി നിൽക്കുവാണ്. മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാഹുൽ പറയട്ടെ, എടാ, നിന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എന്റെ മോള് മനസ്സിലാക്കിയാലുണ്ടല്ലോ അന്ന് തീരും നിന്റെ നിലനിൽപ്പ്. എടാ, തന്റെ മോൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായ മട്ട. എന്റെ പുറകില ഇപ്പൊ അവളുടെ ഏത് നേരവും എന്റെ പുറകിൽ ഫോളോ ചെയ്തോണ്ടിരിക്കുക. ഞാന് ഒരു പുതിയൊരു വളച്ചു വെച്ചിട്ടുണ്ട്, പുതിയൊരു പെണ്ണിനെ വളച്ചു വെച്ചിട്ടുണ്ട്. പുതിയ മേച്ചിൽ പോലെ ഞാൻ തേടി നടന്നത് കണ്ടുപിടിച്ചിടോ. നല്ല പണക്കാരി, ഒരു നല്ല അമേരിക്ക സ്ഥിര വരുമാനവും ജോലിയൊക്കെ ഉള്ള ഒരു പെണ്ണ്. അവരുടെ സെറ്റിൽ അമേരിക്ക തന്നെയാണ്. ഞാൻ ആദ്യം കല്യാണം കഴിക്കണതൊക്കെ ഇതുവരെ കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണത്. പക്ഷെ ഇവിടുത്തെ എല്ലാം മാറി മറിഞ്ഞിടോ. അവള് ഓൾറെഡി ഡിവേഴ്സ് ആണ്. അവളെ വിവാഹം കഴിക്കാൻ പോണം. അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പവും. ഒരു കണക്കിന് അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്റെ മോള് രക്ഷപ്പെടും. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ അമേരിക്കയിൽ അവൾക്ക് വീഡിയോ കോൾ ചെയ്യാലോ. അവള് വിശ്വസിക്കുകയും ചെയ്യും. എടാ, നിന്റെ കൂടെ അമേരിക്ക വരാൻ നിൽക്കുകയല്ലേടാ അവള്. നീ ടിക്കറ്റ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുക അവള്. എടോ, ടിക്കറ്റ് ഒക്കെ എടുത്ത് ശരി തന്നെയാണ്. ഞാൻ മരിയേനെ കല്യാണം കഴിച്ചു. ഞാനിപ്പോ കെട്ടാമണ പെണ്ണ പേര് മരിയാന്നാട്ടോ. അവളെ വിവാഹം കഴിച്ച് അവളെ കൂടെ അമേരിക്കയിൽ പോകുമ്പോ അവൾക്ക് ഒരുപാട് ബിസിനസ് പല രാജ്യങ്ങളിലുണ്ട്. അവൾ എവിടെയെങ്കിലും പോകുമ്പോഴേക്കും തന്റെ മോളെ കൂട്ടിട്ട് അമേരിക്കയിൽ വരാം. അവിടേക്ക് ഒന്ന് ചുറ്റിക്കറക്കിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാ. എടാ, അവൾ അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല. നിന്റെ കൂടെ അമേരിക്ക വന്നല്ലേ, അവൾ ഒരിക്കലും നാട്ടിലേക്ക് വരില്ല. ആണോ, അതൊക്കെ ഞാൻ എന്താ ചെയ്തോളാണോ. താനെ തന്റെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ തനിക്ക് തന്റെ കാര്യം നോക്കാൻ അറിയാവോടോ. താനെ ആ ദീപയുടെ അവരുടെ കമ്പനി നിന്നിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി, സിമെന്റോ അതുപോലെ തന്നെ കമ്പിയോ ചരക്കോ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി പണം ഉണ്ടാക്കുന്നതിന് പകരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ലേ നോക്കിയത്. അതേടാ, അതന്നെ ഞാൻ ചെയ്ത് തെറ്റ്. ആ സ്വത്തുക്കളൊക്കെ കിരണിന്റെ എന്റെ മോളുടെ പേരിൽ വരുമെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം സമ്പാദിച്ചത്. അവിടെ ഒന്നും ഞാൻ അടിച്ചെടുത്തിട്ടില്ല. അതെ, അവിടുന്ന് കോടികൾ തന്നെ അടിച്ചെടുക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ താനൊരു ബുദ്ധിമാനാണെന്ന് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഈ ലോകം കണ്ട ഏറ്റവും ലോക തോൽവി താനാണോ എന്ന് പറയാണ്. എടാ,
നോക്ക്, ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എന്റെ മോളെ നീ വിഷമിപ്പിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുതിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവളായിട്ടുള്ള കല്യാണം കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും മാറി മറിയാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോവാണ്. രാഹുൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് വീണ്ടും ദീപേനെയാണ്. ദീപയാണെങ്കിൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് പ്രകാശിനൊരു അവിടുത്തെ ഒരു സ്വാമി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സ്വാമി പ്രകാശിനോട് പറഞ്ഞിട്ട് എല്ലാം ശരിയാവൂ എന്നൊക്കെ പറയാട്ടോ. പ്രകാശിനോട് അവിടെ നിന്ന് തിരിഞ്ഞു കഴിയുമ്പോ ദീപ പറയുന്നുണ്ട്, എടോ താൻ ഇതുവരെ പോയില്ലേടോ എന്ന് പറയാണ്. ദീപേ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക ദീപേ, ഞാൻ ഒരിക്കലും നീ തെറ്റ് ആവർത്തിക്കില്ല, ഞാൻ ആകെ മാറി ദീപേ. ഹോ എടോ, തന്നെ ഞാൻ വിശ്വസിച്ചത് തന്നെ കേട്ടോ. താനെ കല്യാണി മോൾക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചൂലേ? തനിക്കറിയാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ അമ്പലത്തിൽ വരുമെന്ന്. അപ്പൊ പൂജാരി ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറയണം, അതിനു വേണ്ടിയിട്ടല്ലേ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ഒരിക്കലും ഇല്ല ദീപേ, ഞാൻ പ്രാർത്ഥിക്കണതും ജീവിക്കണതൊക്കെ എന്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഹോ തന്നെയോ ഞാനോ വിശ്വസിക്കാനോ? എടോ, താൻ എന്നെക്കാളും മുമ്പ് ലക്ഷ്മിയുടെ ചേച്ചിനെ കല്യാണം കഴിച്ചിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോഴേക്കും അതിന് ഓടയിൽ കളഞ്ഞിട്ട് എന്നോട് വന്നത്, എന്നിട്ട് എന്നെ വിവാഹം കഴിച്ചു. എന്നിട്ട് കല്യാണി മോളെയോ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ തന്നെ താൻ ഇല്ലാതാക്കാൻ നോക്കി. അങ്ങനത്തെ ഒരു ദുഷ്ടനിലെടുത്താൻ സ്വന്തം അമ്മ പോലും തന്നെ വിശ്വസിക്കുന്നില്ല, പിന്നല്ലേ ഞങ്ങള് വിശ്വസിക്കാൻ പോണത്? എടോ, തനിക്ക് പൊയ്ക്കൂടിടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ വീണ്ടും പ്രാഗിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. പ്രകാശൻ ആകെ വിഷമിച്ച് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് ദീപ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണിക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ ഞാൻ പോണ മുമ്പ് കല്യാണിക്ക് വേണ്ടിട്ട് അർച്ചന ഒന്നും കഴിക്കേണ്ടി വന്നില്ല. അതെന്താമേ? അതെ, നേരത്തെ ഒരാൾ അർച്ചന കഴിച്ചായിരുന്നു. ആരാ? ലക്ഷ്മിയമ്മയോ കാർത്തിക ചേച്ചിയോ ആണോ? അല്ല അയാളല്ല, അവരല്ല. അവരാണെങ്കിൽ അത്ര അത്ഭുതത്തോടെ പറയില്ലല്ലോ, അവരെപ്പോഴും മോൾക്കൊണ്ട് അർച്ചന കഴിപ്പിക്കാറുണ്ടല്ലോ. ഇത് അയാളാ, പ്രകാശൻ. ഓ, വിക്രത്തിന്റെ അച്ഛനോ? അയാൾ എനിക്ക് വേണ്ടി തന്നെ അർച്ചന കഴിപ്പിച്ചത്. വേറൊന്നുമല്ല മോളെ, നമ്മളവിടെ പോകുമ്പോഴേ തിരുമേനി ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കും അയാൾ അർച്ചന കഴിപ്പിച്ചത്. പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിന്ന് കുത്താനുള്ള പ്ലാന്. അയാളെ പ്രാർത്ഥിക്കണത് നമ്മൾ നശിഞ്ഞു പോകാനായിട്ടായിരിക്കും. അതുകൊണ്ട് മോള് സൂക്ഷിക്കണം. മോള് മാത്രല്ല കല്ലുമോനും എന്ന് പറയുമ്പോ കിരൺ പറഞ്ഞിട്ട്, അതേമേ അതന്നെ ഞങ്ങൾ പറഞ്ഞത്, കല്ലുമോന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. മോനെ, എനിക്ക് നല്ല പേടിയുണ്ട്. ആ വിക്രം എന്ന് പറഞ്ഞവർ എപ്പോഴാണോ ജീവിതം പുറത്തിറങ്ങാൻ പോണത്? ആ ഗംഗപ്രസാദും കൂടെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മോന്റെ അച്ഛനോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. അമ്മേ, അതൊന്നും ഓർത്ത അമ്മ പേടിക്കേണ്ട. എന്നാലും ആ പ്രകാശ് എന്ന് പറഞ്ഞ ആൾക്ക് ഇത് എന്തിന്റെ കേടാണമ്മേ? അയാൾക്ക് ഇപ്പൊ നിലനിൽപ്പില്ലല്ലോ മോളെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് അയാൾ നിൽക്കണത്. സ്വന്തം അമ്മ പോലും അയാൾ വിശ്വസിക്കുന്നില്ല, പിന്നെയല്ലേ നമ്മൾ വിശ്വസിക്കാൻ പോണത്? അതൊന്നും മോള് കണക്കിലെടുക്കട്ടെ. എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുള്ളൂ, അയാളെ മോൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അയാളെ വിശ്വസിക്കില്ല എന്ന് കല്യാണി പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയൂനെയാണ്. സരയു തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഷാരി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എങ്ങോട്ടേക്കാ പോയത് എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ ഞാൻ എവിടെ പോയാലും നിങ്ങളടുത്ത് പറയണോ എവിടെയാ പോയത്? അല്ല മോളെ, നീ പോയിട്ട് ഒത്തിരി നേരം ആയാലോ, നീ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോ അമ്മക്കൊരു ആദ്യാ മോളെ. നിങ്ങൾ ഇതിനെ ആദ്യം പിടിക്കണത്, നിങ്ങൾ എന്റെ ആരാ? നിങ്ങൾ ഇതിനെ ടെൻഷൻ ആവണത്, നിങ്ങൾ ഇതിനെ വിഷമിക്കണത്, നിങ്ങൾ എന്റെ ആരാ? നിങ്ങൾ എന്റെ ആരുമല്ല എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിക്കൂടെ? എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ഒരു പ്രാവശ്യം ഭ്രാന്തൊന്നും ഇല്ലാണ്ട് നമ്മള് ഷോക്ക് അടിപ്പിച്ചതാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പഴാ ഭ്രാന്ത്. നിങ്ങളുടെ ഒരു നല്ലൊരു ഡോക്ടറെ കാണാൻ വേണ്ടിട്ടാ ഞാൻ പുറത്തേക്ക് പോയത്. എന്നാ മതിയോ? നിങ്ങളെയാണ് ഷോക്ക് അടിപ്പിക്കേണ്ടത് എന്ന് പറയാണ്. മോളെ, എന്റെ മോള് എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ കുഞ്ഞിപ്പൊ നോക്കണത് ഞാനാണ്. അതാ കുഞ്ഞിനെ നോക്കിയിട്ട് ഇവിടെ നിന്നാ പോരെ? കുഞ്ഞിനിപ്പൊ ഞാനില്ലാതെ പറ്റില്ല മോളെ. അതാ പറഞ്ഞത്, കുഞ്ഞിനെ നോക്കി ഇവിടെ നിന്നാ പോരുത്. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങളെ കാണുന്നത് ദേഷ്യമാണ്. അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എന്റെ അമ്മയല്ലത്. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണത്? ഇറങ്ങി തന്നൂടെ ഇവിടെന്ന് എന്ന് പറയണത്. നിങ്ങൾക്കൊന്ന് ഇവിടെ പോയി തൊലഞ്ഞൂടെ, ചത്തൂടെ എന്നൊക്കെ പറയാട്ടോ. അതിനുശേഷം സരു അകത്ത് കയറി പോകണ്ട്. ഷാരിക്കും ആകെ മതിയാവാട്ടോ. മിക്കവാറും ഷാരിയുടെ ജീവിതം തീർക്കാനാണ് ചാൻസ്. ഷാരി എന്തെങ്കിലുമൊക്കെ അബദ്ധം കാണിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള കേട്ടോ. എനിക്ക് തോന്നുന്നു ഷാരി മരിക്കുമായിരിക്കും. അങ്ങനെ ഇതിൽ സെറ്റപ്പ് ആയിരിക്കും ഷാരി അതിനെ ജീവിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.